കർത്താവിൻ്റെ തിരുനാമത്തിന് വീണ്ടും മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവത്തിൻ്റെ വചനം നമുക്ക് കേൾക്കാനിടയായി തന്ന ശരീരാഭ്യാസം അല്പ പ്രയോജനമുള്ളതാണ്. എന്നാൽ ദൈവഭക്തി ഈ ലോകത്തിലും വരും ലോകത്തിലും പ്രയോജനമുള്ളതാകുന്നു. മനുഷ്യരെല്ലാവരും ശാരീരികമായി തങ്ങളെ തന്നെ ബലപ്പെടുത്തുന്നവരും അഭ്യാസം തികഞ്ഞവരുമായി തീരുവാൻ പ്രവർത്തിക്കുന്നവരുമാണ്. എന്നാൽ അതെല്ലാം ഇവിടെ ഒരു പനിയോ ഒരു അസുഖമോ ഒരു വീഴ്ചയോ വന്നാൽ അതിലവിടെ അവസാനിച്ചു പോകും. എന്നാൽ ദൈവഭക്തി എന്ന് പറയുമ്പോൾ നമ്മൾ പോകുമ്പോൾ പല ഇടങ്ങളിലും എക്സസൈസ് ചെയ്യുന്ന ഇടങ്ങളിൽ നോക്കിയാൽ കാണാം, അവരെല്ലാം കഠിനമായ പരിശീലനം നടത്തുന്നത് വലിയ ഭാരമുള്ള വസ്തുക്കളൊക്കെ എടുത്ത് പൊക്കി അവരുടെ ശരീരം ബിൽഡ് ചെയ്യുന്നു, ഓടുന്നു, ചാടുന്നു, നടക്കുന്നു, ഇതെല്ലാം ചെയ്യുന്നത് കാണാം. ദൈവത്തിൻ്റെ വചനം പറയുന്നത് അത് ശാരീരികമായിട്ട് അവർ ഒരു നല്ല നിലയിലെത്താൻ കഷ്ടപ്പെടുകയാണ്. വചനം പറയുന്നത് ഇതുപോലെ തന്നെ ആത്മീക ജീവിതത്തിലും ഉണ്ട്. വചനം പറയുന്നത് അതിനാൽ അഭ്യാസം വന്നവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതിനാൽ അഭ്യാസം വന്നവർക്ക്? ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ അഭ്യാസമാണ് താൻ തെറ്റ് ചെയ്യുകയും കർത്താവ് അതിനെ ശിക്ഷിക്കുകയും ചെയ്യുന്നു. കർത്താവിന്റെ സന്നിധിയിൽ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ കർത്താവ് അതിനെ ശിക്ഷിക്കും. അപ്പോൾ അത് മനസ്സിലാക്കും. പിന്നെ സാഹചര്യം വരുമ്പോൾ വീണ്ടും ചെയ്യും, വീണ്ടും ശിക്ഷിക്കും. അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ആകുമ്പോഴേക്കും തെറ്റ് മനസ്സിലാക്കി പിന്നെ ഇനി അതിലേക്ക് തിരിയാതിരിക്കും. ഇങ്ങനെ അഭ്യാസം ജീവിതം മുഴുവനും നമ്മൾ ആദ്യം പറഞ്ഞ ഭൗതിക അഭ്യാസം പോലെ തന്നെ ആത്മീയമായ അഭ്യാസവും വിശ്വാസത്തിൽ വന്ന ദൈവഭക്തിയിൽ വന്ന് നടത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ ദൈവഭക്തിയിൽ അഭ്യാസം ചെയ്യുന്നവർക്കുള്ള പ്രത്യേകത എന്ന് പറയുന്നത് അത് ഈ ലോകത്തിൽ അവസാനിക്കില്ല. അവരുടെ മരണസമയത്ത് പോലും അവർക്ക് പ്രത്യാശയുണ്ട്. ബാക്കിയുള്ളതെല്ലാം അസ്തമിച്ചു പോയാലും ദൈവഭക്തിയുള്ളവൻ ദൃഢധൈര്യമുള്ളവനായി മരണത്തെ അതിജീവിക്കും. മാത്രമല്ല ആത്മീയ മണ്ഡലത്തിൽ അവൻ ശ്രേഷ്ഠമായൊരു പദവി പ്രാപിക്കുകയും ചെയ്യും എന്നാണ് നാം ആദ്യം കേൾക്കുവാനിടയായി തീർന്നത്. വീണ്ടും നമ്മൾ കേൾക്കുവാനിടയായി തീർന്നത് മനുഷ്യനെ യോഗ്യനാക്കി തീർക്കുന്ന ഒരു അനുഭവം ഉണ്ടാകണമെങ്കിൽ എപ്പോഴും അവൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ദൈവത്തെ അറിഞ്ഞു എന്നുള്ളത് ശരി തന്നെ, ദൈവത്തിൽ നിന്ന് എന്നെ അകറ്റിക്കളയാൻ ശത്രു അടങ്ങിയിരിക്കാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഇത് സദാസമയം ചിന്തിച്ചുകൊണ്ടും സദാസമയം അതിനെ ധ്യാനിച്ചുകൊണ്ടും ഇരിക്കുന്നവന് അപകടം വരുന്ന വഴി അവന് മനസ്സിലാകും. ആ അപകടത്തിൽ നിന്ന് അവൻ ഒഴിഞ്ഞു മാറുകയും ചെയ്യും. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളെന്ന് വിചാരിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ഏത് വശത്തുകൂടിയാണ് ശത്രു പ്രവേശിക്കുന്നതെന്ന് പലപ്പോഴും നാം അറിയുന്നില്ല. ഏത് വശത്തിൽ കൂടിയാണ് നമ്മുടെ ബലഹീനതയെന്ന് പലപ്പോഴും നാം അറിയുന്നില്ല. ഏറ്റവും ആദ്യം അറിയേണ്ടത് അതാണ്. തൻ്റെ തെറ്റുകളാണ് അറിയേണ്ടത്. മനുഷ്യർക്ക് രണ്ട് വശമുണ്ട്. തെറ്റ് ചെയ്യാനുള്ള ബലഹീനതയുണ്ട്, തെറ്റുണ്ട്. തെറ്റ് ചെയ്യാനുള്ള ബലഹീനതയ്ക്കാണ് മുടന്തെന്ന് പറയുന്നത്. മുടന്ത് ഉള്ളവന് അവന് നടന്നു പോകുന്നതിന് കുഴപ്പമില്ല, പക്ഷേ വീഴാൻ സാധ്യതയുണ്ട്. ആ മുടന്തെ തട്ടി അവൻ വീഴും. അതിന് സാധ്യതയുള്ളത് കൊണ്ട് തൻ്റെ മുടന്ത് അറിഞ്ഞ് താൻ യാത്ര ചെയ്യണമെന്നാണ് വചനം പറയുന്നത്. അതുകൊണ്ട് തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവൻ ആര് എന്ന് നമ്മൾ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ തെറ്റുകൾ ഗ്രഹിക്കുന്നതിന് മുമ്പ് നമ്മൾ ഗ്രഹിക്കേണ്ടത് നമുക്ക് തെറ്റ് വരാനുള്ള സാധ്യതകളാണ് പഠിക്കുന്നത്. എവിടെയാണ് കർത്താവേ എൻ്റെ മുടന്ത്? ഈ ലോകത്തിൽ പാപത്തിന് ശേഷം മാനവരാശിയുടെ പാപത്തിന് ശേഷം മുടന്തില്ലാത്തൊരു മനുഷ്യനില്ല. എല്ലാവർക്കും ഉണ്ട്.
എല്ലാവർക്കും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിച്ചോളണം: കർത്താവെ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. കാരണം ഒരുവന്റെ മുടന്ത് വെച്ചുകൊണ്ട് പരീക്ഷയിലേക്ക് നടത്തി കഴിഞ്ഞാൽ അവൻ അതിൽ വീഴും. ശൗല് വീണത് അപ്രകാരമാണ്. ശൗലിനൊരു പ്രത്യേകതയുണ്ട്. ജനം തന്റെ ചുറ്റും നിന്നാൽ ഓക്കെ, എല്ലാ കാര്യങ്ങളും ശരിയാ, അവന് ഭയങ്കര ധൈര്യശാലിയാ. ജനം തന്നെ വിട്ടു മാറിക്കഴിഞ്ഞാൽ വിറയ്ക്കാൻ തുടങ്ങും. അതിന്റെ അർത്ഥം ദൈവം തന്നോട് ഉണ്ടെന്നുള്ള ബോധം അവനില്ല എന്നർത്ഥം. ഇത് അവൻ നേരത്തെ മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ അവൻ ഒരുങ്ങിയിരിക്കേണ്ടത് എല്ലാവരും എന്നെ വിട്ടുപോകും. അതിനെ നേരിടാൻ ഒരുങ്ങിയിരുന്നാൽ അവൻ അതിനെ തരണം ചെയ്യാം. പക്ഷെ അത് അവൻ മനസ്സിലാക്കിയിട്ടില്ല ഇതുവരെ. ഏറ്റവും ആദ്യമേ തന്നെ ആ യാഗം കഴിക്കാനുള്ള കാരണം അതാ. എല്ലാവരും തന്നോട് കൂടെ നിന്നു, നമുക്ക് യുദ്ധം ചെയ്യണം, വാള്, പരിച, കുന്തം, എല്ലാവരും ഉത്സാഹിച്ച് ഫിലിസ്തർക്കെതിരെ, ശത്രുവിനെതിരെ യുദ്ധം ചെയ്യാനായിട്ട് ഒരുങ്ങി നിൽക്കുക. പേടിയില്ല. ശരി, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച്. അത് കഴിഞ്ഞിട്ട് ശമൂവേൽ വരാൻ താമസിക്കുന്നു കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഫെലിസ്തര് അവിടെ ശക്തിപ്പെടുന്നു എന്ന് കണ്ടപ്പോഴത്തേക്കും ഓരോരുത്തരും വലിയാൻ തുടങ്ങി. കൂടെ ഇട്ടായിരുന്നു ഓരോരുത്തരും മുങ്ങി. നമ്മൾ നാടൻ ഇതിലെ ജാതികളുടെ ഭാഷയിൽ മുങ്ങി. അവരങ്ങോട്ട് 4 വശത്തേക്കും പോയി കഴിഞ്ഞപ്പോഴേക്കും ഓരോന്ന് വിട്ടുപോകാൻ കഴിയുമ്പോഴത്തേക്കും ശൗല് പേടിക്കാൻ തുടങ്ങി. അവസാനം ചുരുക്കം പേരായി വിറയ്ക്കാൻ തുടങ്ങി. എന്ത് ചെയ്യും? ദൈവം തന്നോട് കൂടെ ഉണ്ടെന്നുള്ള ബോധമില്ലെന്ന്. ഇതാണ് തൻ്റെ ജീവിതത്തിലെ പരാജയമെന്ന് അവൻ മനസ്സിലാക്കുന്നില്ല. അവൻ ഭയപ്പെടുകയാണ്. അതാണ് കർത്താവിന്റെ വചനം പറയുന്നത്. ഒരു മനുഷ്യനെ, അതിൻ്റെ അടിസ്ഥാന പ്രമാണം ഇതാണ്: ഒരു മനുഷ്യനെ ദൈവം വിളിച്ച് വേർതിരിക്കുമ്പോൾ അവന്റെ അവസ്ഥ, അവൻ ലോകത്തെ ഭയപ്പെടുന്നവനാണ്. മക്കൾ ജഡരക്തത്തോടു കൂടിയവരാകൊണ്ട് താനും അവരെ പോലെ ജഡരക്തത്തോടു കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ സ്വന്തം മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെ വിടുവിച്ചു എന്നുള്ള വചനപ്രകാരം നാം എല്ലാവരും മരണഭയത്തിനുള്ളവരായിരുന്നു. എന്നാൽ കർത്താവ് വിളിച്ചതിന് ശേഷം കർത്താവ് അതിൽ നിന്ന് വിടുവിച്ച് വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം നിങ്ങൾ ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല. അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിച്ച് മരണത്തിന്റെ അധികാരിയായ പിശാചിനെ ഇനി എൻ്റെ പ്രാണനിൽ സ്ഥാനമില്ല എന്ന് വന്നതിന് ശേഷം മരണഭയത്തെ നീക്കി ദൈവഭയത്തിലാക്കുന്നു. അവർ രക്ഷിക്കപ്പെട്ടത് ദൈവത്തിന്റെ ഭയത്തിന് ഒരിക്കലും മരണഭയത്തെ കീഴ്പ്പെടാൻ പാടില്ല. അവൻ ദൈവഭയത്തിനെ കീഴ്പ്പെടാവും. അങ്ങനെ ദൈവഭയത്തിന് കീഴ്പ്പെട്ടിരിക്കുന്ന ഒരുവൻ വീണ്ടും മരണഭയത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അപകടമാണ്. ശൗലിന് പറ്റിയത് അവർക്ക് പറ്റും. കാരണം ശൗല് അതിന്റെ ഭയം എന്ന് പറയുന്നത് ലോകഭയമാണ്. ബഹുജനത്തെ മാനിക്കുന്ന ഭയമാണ് ശൗലിനുള്ളത്. അപ്പൊ ദൈവഭയം മാറിപ്പോയത് അറിഞ്ഞില്ല. എവിടെ വെച്ചാ മാറി? അത് ഏറ്റവും ദൈവത്തിന്റെ സഭയ്ക്കുള്ള പാഠമാണ്. ഞാൻ ഇന്ന് നിൽക്കുന്നത് ദൈവഭയത്തിലാണോ മരണഭയത്തിലാണോ? ഞാൻ കർത്താവിന്റെ ദാസനായിരിക്കാം, ഞാൻ ദൈവഭക്തനായിരിക്കാം, ദൈവത്തിന്റെ മകനായിരിക്കാം, മകളായിരിക്കാം, എത്ര പദവി നിന്നോട്ടെ. പക്ഷെ ഒരൊറ്റ ചോദ്യമാണ് ഏറ്റവും ആദ്യമേ തന്നെ നമ്മൾ നിശ്ചയം പ്രാപിക്കേണ്ടത്: ഞാൻ ഇന്ന് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് മരണത്തെയാണോ അല്ലെങ്കിൽ ലോകത്തെയാണോ ദൈവത്തെയാണോ? ദൈവത്തെയാണെന്ന് പറഞ്ഞാൽ ഓക്കെ, പ്രശ്നമില്ല. പക്ഷെ അതിനേക്കാൾ ഉപരി മറ്റെന്തിനെങ്കിലും ഭയപ്പെട്ടാൽ അപകടം, പരീക്ഷ വരുമ്പോൾ, ശോധന വരുമ്പോൾ അകപ്പെട്ടു പോകും. കാരണം അതിനുള്ള അവസരം നോക്കിയിരിക്കുക. വേട്ട കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വിശന്ന് മരിക്കാനുള്ള അവസരമാണ്. ആ അവസരം ചോദിച്ചു കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഇത്തിരി ഭക്ഷണം ചോദിച്ചപ്പോൾ സഹോദരൻ പറഞ്ഞ് നിന്റെ ജ്യേഷ്ഠാവകാശം എനിക്ക് തരാൻ പറഞ്ഞു. അയ്യോ, ഞാൻ മരിക്കേണ്ടി വരുമല്ലോ, ഈ ജ്യേഷ്ഠാവകാശം എനിക്ക് എന്തിന്? പ്രൂഫായില്ലേ? അവൻ ദൈവഭയമല്ലപ്പോ, മരണഭയമാണ്. എന്നായി ദൈവത്തെക്കാൾ ഉപരി മരണത്തെ ഭയപ്പെടാൻ പഠിച്ചത്? അറിവില്ല. അതാണ് ദൈവഭക്തൻ സൂക്ഷ്മതയോടെ ഇരിക്കേണ്ടത്. ബലഹീനത എല്ലാവർക്കും ഉണ്ട്, മുടന്ത് എല്ലാവർക്കും ഉണ്ട്.
മുടന്ത് എല്ലാവർക്കുമുണ്ട്. എന്നാൽ ദൈവത്തെ ഭയപ്പെടുന്നതിനേക്കാൾ മറ്റാരെയെങ്കിലും ഭയപ്പെടുന്നുണ്ടെങ്കിൽ ആ മുടന്തിൽ തട്ടി വീഴും. അങ്ങനെ വീഴാതിരിപ്പാൻ നമ്മുടെ ഭയം എവിടെ? നമ്മുടെ ഭയം ആർക്ക്? ദൈവത്തെക്കാൾ ഉപരി ആരെങ്കിലും ഭയപ്പെടുന്നുണ്ടെങ്കിൽ ആ ഭയം മതി ഒരു മനുഷ്യൻ തട്ടി വീഴാൻ. അവസരം വരണമെന്ന് മാത്രം. ശത്രു അത് കൊണ്ടുവന്ന്, അവസരം കൊണ്ടുവന്ന് ഏശാവ് മടങ്ങി വന്നപ്പോൾ വിശന്ന് വലഞ്ഞു വന്ന് അവൻ പറഞ്ഞ വാക്ക്, ഈ ജ്യേഷ്ഠാവകാശം എനിക്ക് എന്തിന്? ജ്യേഷ്ഠനോട് കൂടെ ദൈവം ഉണ്ടെന്നുള്ളത് അവൻ മറന്നുപോയി. ജ്യേഷ്ഠാവകാശത്തോടു കൂടി ദൈവമുണ്ട്. ദൈവം അവനെ പരിപാലിക്കും. ജ്യേഷ്ഠാവകാശം ഒരിക്കലും പട്ടിണി കിടന്നിയാവില്ല. അത് ഗ്രഹിക്കാനുള്ള ബുദ്ധി അവനില്ലാതെ പോയി. അവൻ പറഞ്ഞു, ഞാൻ മരിക്കേണ്ടി വരുമല്ലോ. അവിടെ വചനം പറയുന്നത് ദൈവത്തെക്കാൾ മരണത്തെ ഭയപ്പെട്ടു. എബ്രായ ലേഖനം പറയുന്നത് മരണഭീതിയിലായിരുന്നവരെ നമ്മൾ ദൈവഭയത്തിലാക്കിയതാണ് ദൈവം. ഇനി വീണ്ടും നമ്മൾ അതിനേക്കാൾ ഉപരി മരണത്തെ ഭയപ്പെടാൻ പോയാൽ എന്തായിരിക്കും സ്ഥിതി? ഭയപ്പെടരുത്, ഭയപ്പെടരുത്. കർത്താവിന് സ്തോത്രം. ദൈവത്തെ അല്ലാതെ തീച്ചൂളയെ ഭയപ്പെടരുത്, സിംഹങ്ങളുടെ ഗുഹയെ ഭയപ്പെടരുത്, മരണത്തെ ഭയപ്പെടരുത്. ഭയപ്പെടാൻ യോഗ്യൻ ഒരുവൻ മാത്രം, ദൈവം. കാരണം അവനെ ഭയപ്പെട്ടതുകൊണ്ട് പ്രയോജനമുണ്ട്. അവൻ മരണത്തിൽ നിന്നും സകല അപകടങ്ങളിൽ നിന്നും രക്ഷിക്കും. എന്നാൽ ശത്രുവിനെ ഭയപ്പെട്ടാൽ ഒരു പ്രയോജനമില്ല. ഭയപ്പെടുകയും ചെയ്യണം, അപകടത്തിൽപ്പെടുകയും ചെയ്യും. ആവശ്യമുണ്ടോ? നമുക്ക് നമ്മെ തന്നെ പരിശോധിക്കാമെന്ന്. എന്ത്? ഞാൻ ഏത് ഭയത്തിലായിരിക്കുന്നു? ദൈവഭയത്തിലോ, അതോ മാനുഷിക ഭയത്തിലോ, അതോ ലോകഭയത്തിലോ, അതോ മരണഭയത്തിലോ? പരിശോധിക്കാം. ദൈവഭയം നമുക്ക് സകലത്തിലും മേലായിരിക്കട്ടെ, സകലത്തിനേക്കാളും മേലായിരിക്കട്ടെ. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ അപകടത്തിൽപ്പെടാതെ വണ്ണം സൂക്ഷിപ്പാൻ ആ ദൈവം മതി. ആ ദൈവം മതിയായവനാണ്, ശക്തനാണ്, മനസ്സുള്ളവനാണ്. കുറ്റമടക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ,